ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, ഇതെൻ്റെ ബാക്ക് യാർഡ് ഗാർഡനാണ്. അപ്പോൾ അവിടെ ഞാൻ ഒരു മാവ് നട്ടിട്ടുണ്ട്. മലേഷ്യൻ വെറൈറ്റി മാവാണ്. മാവ് കൂടാതെ പ്ലാവ്, മുളക് നെല്ലി, മുന്തിരി, കസ്റ്റർഡ് ആപ്പിൾ, ജാമ്പ, ഇങ്ങനെ കുറേ ഫലവൃക്ഷങ്ങളൊക്കെ ഞാൻ അവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനീ നട്ട മലേഷ്യൻ മാവിൽ കഴിഞ്ഞ സീസണിൽ കാ കിട്ടിയിരുന്നു, 2 കായാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഇത്തവണ ഒരു 4 കായ് പിടിച്ചിട്ടുണ്ടെങ്കിലും 3 വലുതായി കിട്ടിയത്. അതിൽ ഒരെണ്ണം പഴുത്ത് താഴെ വീഴുകയും ഒരെണ്ണം നല്ല പഴുത്ത് നിൽക്കുകയാണ്, ഒരെണ്ണം പഴുക്കാനൊക്കെയുള്ള തുടക്കവുമാണ്. അപ്പോൾ നല്ല കളറടിച്ച ഈ മാങ്ങ നമ്മൾ മരത്തിൽ തന്നെ നിർത്തിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ക്യൂറലോ കാക്കയോ എന്തെങ്കിലുമൊക്കെ ഭക്ഷിച്ചിട്ട് പോകും. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും അത് എടുക്കാം, അല്ലെങ്കിൽ നാളെ അത് മൂട്ടിൽ വീഴും. എന്തായിരുന്നാലും അതിന്ന് നമുക്ക് പ്ലക്ക് ചെയ്യാം. എങ്കിലേ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമോ, മാവിൻ്റെ അല്ലെങ്കിൽ മാങ്ങയുടെ ഗുണം അറിയാനായിട്ട്. ഞാൻ ഇതുവരെ കഴിക്കാത്ത മാങ്ങയാണ്, അതുകൊണ്ടൊന്ന് പ്ലക്ക് ചെയ്ത് അതിനെ മുറിച്ച് കഴിച്ചു നോക്കിയാലേ അറിയാവുള്ളൂ ഇത് മധുരമുള്ളതാണോ പുളിപ്പുള്ളതാണോ നല്ല വെറൈറ്റി ആണോ എന്നൊക്കെയുള്ളത് അറിയാനായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ആദ്യം ഒന്ന് പ്ലക്ക് ചെയ്യാം. പ്ലക്ക് ചെയ്തെടുത്തിട്ട് നമുക്കതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളുമൊക്കെ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നല്ല നീളമാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട് ആ മാങ്ങ കാണാനായിട്ടേ. ഇനി നമുക്കൊരു കാര്യം അറിയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങയുടെ ക്വാളിറ്റിയാണ്. എങ്ങനെയുണ്ട്, സാധാരണ ഓരോ വെറൈറ്റി മാങ്ങകൾ കഴിക്കുമ്പോൾ അതിൻ്റേതായ സ്പെഷ്യാലിറ്റിയൊക്കെ അതിനുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നോക്കിയാലേ നമുക്കറിയാം ഇത് സ്വീറ്റ് ആണോ, കുറച്ച് കയ്പുള്ളതാണോ, എങ്ങനെയൊക്കെയാണ്, ഒരു ഫ്ലഷി ആണോ ജ്യൂസി ആണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കട്ട് ചെയ്ത് നോക്കിയ ശേഷം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. എന്തായാലും അടിപൊളിയാണ് കാണാനായിട്ട് കേട്ടോ. നല്ല നീളമുള്ള നല്ല സുന്ദരി ഒരു ഷേപ്പിലുള്ള മാങ്ങ. അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യാം, കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നല്ല ജ്യൂസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ട കട്ട് ചെയ്തപ്പോഴേ നല്ല ജ്യൂസ് നമുക്ക് കാണുന്നുണ്ട്. ഒത്തിരി ജ്യൂസൊക്കെ അടിക്കാൻ പറ്റുന്ന മാങ്ങയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി ഫ്ലഷി എന്ന് പറയുന്നതിനെക്കാട്ടിലും ജ്യൂസി എന്ന് പറയുന്നതാണ് നല്ലത്. ഉണ്ടല്ലേ, എൻ്റെ ജ്യൂസ് താഴേക്ക് ഇറ്റിച്ച് വീഴുന്നുണ്ട്. അത് ഒത്തിരി ജ്യൂസ് ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല ടേസ്റ്റിയായ മാങ്ങയാണ് ഈ മലേഷ്യൻ മാങ്ങ.